നൊമ്പരപ്പെടുന്ന അനേകരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു നൽകുന്ന ശുശ്രൂഷകൾ നിർവഹിക്കുന്ന വൈദികർ, ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് ഈ കാലഘട്ടത്തിനു വേണ്ട സഭാ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സുവിശേഷ വയലിലെ തളരാത്ത വേലക്കാർ. ഇത് മദ്യപാനികളെയും വിവിധ തരം ലഹരിക്ക് അടിമയായവരെയും പുതുജീവിതത്തിലേക്ക് കൈപിടിച്ചു നയിക്കാനായി തൃശൂർ അതിരൂപതയുടെ കീഴിൽ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന നെസ്റ്റ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഫാദർ ടിജോ ജോയ് മുല്ലക്കര. ലഹരിയുടെ ഇരുട്ടിൽ നിന്നും സമാധാനത്തിന്റെ പ്രകാശത്തിലേക്ക് അനേകം കുടുംബങ്ങളെ നയിക്കുന്ന ഈ സ്ഥാപനത്തിലെ പ്രേക്ഷിത ശുശ്രൂഷകളെക്കുറിച്ചും ഇതിനായി അഭിഷേകം ചെയ്യുന്ന ദൈവാത്മാവിന്റെ കരുതലിനെക്കുറിച്ചും ടിജോ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. തനിക്ക് ചുറ്റും താൻ കണ്ടുമുട്ടുന്ന കുറേ പേരിൽ അതിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറാൻ, ജീവനില്ലാത്തവർക്ക് ജീവൻ പകരാൻ, ആരോരുമില്ലാത്തവരുടെ ആരൊക്കെയായി മാറാൻ അനേകം ദൈവവിളികൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള വൈദികരെ, സന്യസ്തരെ പരിചയപ്പെടുന്ന ഡിവൈൻ കോളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തൃശ്ശൂർ അതിരൂപതയിലെ വൈദികനായ, തൃശ്ശൂർ അതിരൂപതയുടെ നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ ഡയറക്ടർ കൂടിയായ പ്രിയപ്പെട്ട ടിജോ മുല്ലക്കര അച്ഛനാണ്. അച്ഛ, ഡിവൈൻ കോളിലേക്ക് സ്വാഗതം. അച്ഛ, വളരെ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ മേഖലയിലാണ് അച്ഛനിപ്പോൾ ആയിരിക്കുന്നത്. അധികം ആരും എളുപ്പത്തിൽ കടന്നു വരാത്ത ഒത്തിരി സങ്കീർണതകളുള്ള ഡി അഡിക്ഷൻ പോലെയുള്ള ഈ മേഖലയിൽ അച്ഛനായിരിക്കുകയാണ്. ഒത്തിരി പ്രാർത്ഥനയും കരുതലും ഒക്കെ വേണ്ട മേഖലയാണ്. ഒരു വൈദിക ജീവിതത്തിലേക്ക് അച്ഛൻ കടന്നു വന്നതിൻ്റെ പിന്നിലുള്ള അച്ഛൻ്റെ ആ ഒരു ദൈവവിളിയെ പറ്റിയും അച്ഛൻ്റെ കുടുംബത്തെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാം. തീർച്ചയായിട്ടും. എൻ്റെ വീട് പുതുക്കാട് എന്ന് പറയുന്ന ദേശത്താണ്. അമ്മയും അപ്പയും, എനിക്ക് 2 അനിയത്തിമാരാണ് ഉള്ളത്. അപ്പനും അമ്മയും അനിയത്തിമാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, ഒരു സന്തോഷമായിട്ട് ജീവിക്കുന്നു. ദൈവവിളി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉത്തരം കറക്റ്റായിട്ട് പറയാനില്ല. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അച്ഛനാവാനായിട്ട്. അപ്പോൾ ദൈവം ഇന്ന സമയത്ത് വിളിച്ചു എന്ന് പറഞ്ഞ് ചില സഹോദരങ്ങളൊക്കെ പങ്കുവെക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അങ്ങനൊരു മൊമെൻ്റ് എനിക്ക് പറയാനായിട്ട് അങ്ങനൊരു മൊമെൻ്റ് എനിക്ക് പറയാനായിട്ടില്ല. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് അച്ഛനാവാനുള്ള ആഗ്രഹമായിരുന്നു. അതെങ്ങനെ വന്നു, എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മശോധന ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ മൊമെൻ്റ് കണ്ടുപിടിക്കാനായിട്ട് എനിക്കത് സാധിച്ചിട്ടില്ല. അപ്പോൾ ദൈവം എന്നെ വിളിച്ചു എന്നൊരു വിശ്വാസം വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്കുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു, നീ അച്ഛനാവുമ്പോൾ അത് കാരണം നീ ഇങ്ങനെയൊന്നും തെറിയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കുമായിരുന്നു. ഉറപ്പായിട്ടും. എൻ്റെ ടീച്ചർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടിജോ സന്യാസി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക്, ടീച്ചറോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അച്ഛനാവുമ്പോൾ ആണെന്നുള്ള കാര്യം. പക്ഷേ ടീച്ചർ എൻ്റെ ഓട്ടോഗ്രാഫിൽ എഴുതിയത്, അന്ന് കാലഘട്ടത്തിൽ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു, ടിജോ സന്യാസി എന്നാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് കർത്താവ് എന്നെ എങ്ങനെയോ ഒരുക്കി, അപകടങ്ങളിലൊന്നും പെടാതെ, കുഴിയിലൊന്നും ചാടാതെ കർത്താവ് ഒരുക്കി തന്നു. ദൈവം അങ്ങനെ ഒരുക്കി തന്ന് എന്നെ കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും. അങ്ങനെ സെമിനാരി ജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഓരോ വൈദികനും രൂപപ്പെടുന്നത് വളരെ വിഷമമേറിയ അല്ലെങ്കിൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന സെമിനാരി പരിശീലനത്തിലൂടെയാണ്. അവിടെ ഏത് നിമിഷം വേണം നമുക്ക് അവിടെ നിന്ന് ലീവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പലതരത്തിലുള്ള ഫോർമേഷൻ നടക്കുന്നുണ്ട്. അച്ഛൻ്റെ ഒരു ഫോർമേഷൻ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ ഫോർമേഷൻ കാലഘട്ടം എനിക്ക് അങ്ങനെ വളരെ എന്താ പറയുക, ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു സമയം എൻ്റെ ഫോർമേഷൻ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവവിളിയെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രത്യേകമായിട്ട് എന്നെ പരിപാലിച്ചതായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പഠിച്ചത് തൃശ്ശൂരും കോട്ടയത്തുമാണ്. ഞാൻ എൻ്റെ വൈദിക പരിശീലനം പൂർത്തിയാക്കിയത്. വളരെ നല്ല ഗുരുക്കന്മാരെ കർത്താവ് തന്നിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. മൈനസ് സെമിനാരിൽ എന്നെ തിരഞ്ഞെടുക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മൈനസ് സെമിനാരിൽ എന്നെ തിരഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട ആൻ്റണി തോട്ടാനച്ഛനാണ്. അച്ഛനോട് ഞാൻ നന്ദി പറയാണ് എന്നെ തിരഞ്ഞെടുത്തത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിച്ചത് ഒരു ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ സാധാരണ വൊക്കേഷൻ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഒരു സെലക്ഷൻ ക്യാമ്പ് ഉണ്ട്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന സെലക്ഷൻ ക്യാമ്പാണ്. ആ സെലക്ഷൻ ക്യാമ്പിൽ നമുക്ക് 10ാം ക്ലാസ്സിലത്തെ റിസൾട്ട് വന്ന് അതിൽ ജയിച്ചവരെ മാത്രമാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ടെക്നിക്കൽ ഹൈസ്കൂളായതുകൊണ്ട് സാധാരണ ചിലപ്പം ഞങ്ങളുടെ റിസൾട്ട് താമസിച്ചോ ചിലപ്പോൾ നേരത്തെയോ ഒക്കെ വരാം. സാധാരണ 10ാം ക്ലാസ്സിൻ്റെ ഒപ്പം അല്ല ഞങ്ങളുടെ റിസൾട്ട് വരാറുള്ളത്. ചിലപ്പോൾ നേരത്തെ ആവും, ചിലപ്പോൾ നേരം വൈകിയാവും. എന്തോ
പ്രത്യേകതകൾ കൊണ്ട് ആ പ്രാവശ്യത്തെ റിസൾട്ട് വന്നില്ല. അപ്പം ഞങ്ങളുടെ സെലക്ഷൻ നടത്തുന്ന ദിവസത്തിൽ അവിടെ കൂടിയിരിക്കുന്ന അച്ഛനാവാൻ താല്പര്യമുള്ള 10-70 ആളുകൾ മറ്റും ഉണ്ട്. അതിൽ 25 പേരെ എടുക്കുള്ളൂ. അപ്പോൾ അതിൽ റിസൾട്ട് വന്ന ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ എല്ലാവരുടെ റിസൾട്ട് വന്നു, എൻ്റെ മാത്രം റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ആലോചിക്കുക, തോട്ടാനച്ഛൻ എന്നെ എടുത്തു, എന്താ കാരണം എന്ന് എനിക്കറിയില്ല. അച്ഛൻ പുതുക്കാട് ഇരുന്നിട്ടുണ്ട്. അച്ഛൻ പുതുക്കാട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓൾട്ടർ ബോയ്, എനിക്ക് 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കണേ. ഞാൻ ഓൾട്ടർ ബോയാ, പീക്കിരി പയ്യൻ. അതായത് 5 വർഷത്തിന് ശേഷമാണ് പിന്നെ അച്ഛനെ കാണുന്നത്. എന്നെ തിരഞ്ഞെടുക്കാനായിട്ട് എന്താ കാരണം എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിക്കുന്നു അതിലും ദൈവത്തിൻ്റെ ഒരു പരിപാലനയുണ്ട്, ഞാൻ ജയിക്കുമെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെ ഫോർമേഷനിലേക്ക് വന്ന സമയങ്ങളിലും തോട്ടാനച്ഛൻ വലിയ സ്നേഹം എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. വലിയ സ്നേഹം, ഒരു പിതാവിൻ്റെ സ്നേഹം ബഹുമാനപ്പെട്ട റക്ടറച്ഛൻ അന്ന് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ ഇപ്പോഴൊക്കെ വരുന്നുണ്ട് നന്നായിട്ട്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹമൊക്കെ. അന്ന് അച്ഛൻ ഒരു യെസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഗതി ഏത് വഴിക്ക് പോകുമായിരുന്നു എന്ന്. അങ്ങനെ എനിക്കൊന്ന് അച്ഛൻ പറയുമ്പം അച്ഛനെ പോലെയുള്ള ഒരുപാട് വൈദികരുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഫോർമേഷൻ കാലഘട്ടത്തിലും അതിന് ശേഷമൊക്കെ ഒരു കൊച്ചച്ഛനായിരിക്കും ഒരു വികാരിയച്ഛൻ്റെ സ്നേഹം, അതായത് അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കും, ഒരു ജൂനിയർ സിസ്റ്റർ ആയിരിക്കുമ്പോൾ മേലധികാരികളുടെ സ്നേഹം. ഈ സന്യാസ ഭവനങ്ങളിലും പൗരോഹിത്യ ജീവിതത്തിലും ഒക്കെയും ഒരു കുടുംബ ബന്ധം പോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഒരുപക്ഷെ സമൂഹം തിരിച്ചറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് പേര് അച്ഛനും അങ്ങനെ തോന്നിയിട്ടില്ലേ? ഉറപ്പായിട്ടും. പൗരോഹിത്യത്തിൻ്റെ വലിയൊരു കൂട്ടായ്മയുണ്ട്. പൗരോഹിത്യം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ദ്വീപല്ല. ദൈവം ഒരിക്കലും ഒറ്റപ്പെടാനല്ല നമ്മളെ മനുഷ്യൻ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ കൂട്ടായ്മയാണ്. ദൈവം പരിശുദ്ധ ജോൺ പ്രണമ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ദൈവം എല്ലാവരെയും തൻ്റെ ഛായയിലും സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഏറ്റവും അധികം പ്രകടമാകുന്നത് കൂട്ടായ്മയിലാണ്. നീ ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോഴല്ല, നീ ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് അത് പ്രകടമാകുന്നത്. കാരണം ദൈവം ഒരു കൂട്ടായ്മയാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ പൗരോഹിത്യത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു കൂട്ടായ്മയുണ്ട്. പുരോഹിതർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ തമാശകൾ പങ്കുവയ്ക്കുന്നത്, ഞങ്ങളുടെ ജീവിതങ്ങൾ പങ്കുവയ്ക്കുന്നത്, അത് പുരോഹിതരുടെ വലിയൊരു കൂട്ടായ്മയുണ്ട്, വലിയൊരു ശക്തിയുണ്ട്. അതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ കൂട്ടായ്മയും ബലവും നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ ഛായ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു തുടങ്ങും. പതുക്കെ നഷ്ടപ്പെടും. ഏത് സാഹചര്യത്തിലായാലും അല്ലെ ഏതൊരു ജീവിതാംശത്തിലായാലും ഒരുമിച്ചായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബലം, സന്തോഷം എന്നൊക്കെ പറയുന്നത്. തന്നെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല നമ്മുടെ ഒരു സമൂഹത്തിലും. അത് വൈദികരുടെ ജീവിതത്തിലും അച്ഛൻ പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെ, മറ്റൊരാൾക്ക് ആ ജീവിതാംശത്തിന്റെ സന്തോഷം അത്രയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾ അതിൻ്റെതായ ഒരു സന്തോഷം അനുഭവിക്കുന്നത്. അപ്പം അച്ഛൻ്റെ വൈദിക വൃത്തിയിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ നമ്മുടെ സെമിനാരി പരിശീലനമൊക്കെ അവസാനിപ്പിച്ച് നമ്മളൊരു അച്ഛനാകുന്ന ആ മൊമെന്റ് ഉണ്ടല്ലോ, എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഓർമ്മ ഓർക്കുമ്പോൾ എല്ലാ വൈദികരുടെയും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിനം ഉറപ്പായിട്ടും ആ കാപ്പ ധരിക്കുന്ന, ആദ്യമായിട്ട് കാസയും വിലാസയും കയ്യിൽ ഉയർത്തുന്ന, ഭയങ്കര ഡിവൈനായിട്ട് പറയുമ്പോൾ പോലും നമുക്ക് പോലും ഒന്ന് സെമിനാരി പോയാലെന്ന് തോന്നും. അങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ള ആ നിമിഷത്തെ ഓർത്തെടുക്കാം. ഭയങ്കര ഒരു മൊമെൻ്റാണത്. കാരണം കാലങ്ങൾ നമ്മൾ ഒരുങ്ങി പൗരോഹിത്യം സ്വീകരിക്കാൻ പോകുന്നു. അപ്പനും അമ്മയൊക്കെ തലയിൽ കൈവച്ച് ആശീർവദിച്ച് തന്നെ ആൾത്താരയിലേക്ക് കയറ്റുന്നു. നീ ഈശോയുടെയാണെന്ന്, പൂർണ്ണമായിട്ടും ഈശോയുടെയാണ് എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ, സ്പിരിച്വൽ ആയിട്ടുള്ള ഭയങ്കര ഒരു മൊമെൻ്റാണത് എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നത്. കണ്ണുനീരോടെ കൂടെയാണ് ഞാൻ ബലിയർപ്പിച്ചത്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ബലിയർപ്പിക്കുന്ന സമയം. ഈശോയെ കയ്യിലെടുത്തിട്ട് ഇതെൻ്റെ ശരീരമാവെന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കെന്ത് യോഗ്യതയുള്ളത് ശരിക്കും അങ്ങനെ പറയാനായിട്ട്. ഞാനിപ്പോഴും ആലോചിക്കുക, ഇപ്പോഴും ബലിയർപ്പിക്കുന്ന സമയത്ത് ഞാൻ ഈശോയോട് ബലിയർപ്പണത്തിന് മുമ്പ് പറയും, ഈശോ എനിക്കൊരു യോഗ്യതയില്ല നിൻ്റെ ശരീരം എടുത്ത് ഇതെൻ്റെ ശരീരമാണെന്ന് പറയാനായിട്ട്. നീ എന്തിന് ഇത്രമാത്രം സ്നേഹിക്കണത് കർത്താവെ എന്ന് ഇപ്പോഴും ഞാൻ ബലിയർപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്. ഞാൻ അത്രയും അയോഗ്യരാണ് ഓരോ മനുഷ്യനും. യോഹന്നാൻ പറയുന്ന ഒരു കാര്യം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹ പറയാം, നീ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല സ്നേഹം, ദൈവം നിന്നെ സ്നേഹിച്ചു എന്നതിൽ. ദൈവത്തെ സ്നേഹിക്കാൻ ആർക്കും പറ്റും? ഇത്ര വലിയ മഹാനായിട്ടുള്ള, മഹത്വമുള്ള, സർവശക്തനായിട്ടുള്ള, സർവ്വവ്യാപിയായിട്ടുള്ള ഒരാളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിൽ എന്താ അത്ഭുതമുള്ളത്? ഒരത്ഭുതമില്ല. എന്നാൽ വെറും ഒരു കൃമിയായിട്ടുള്ള എന്നെ ദൈവം സ്നേഹിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ
ആ മൊമെൻ്റ് ഈശോയെ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്നത് ഒരു പുരോഹിതനും മറക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അന്ന് മുട്ടുകുത്തി നിന്നിട്ടാണല്ലോ, ഈ സമയത്ത് മുട്ടുകുത്തി നിൽക്കുന്ന ഒരു 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 ട്രഡീഷൻ ഉണ്ടായിരുന്നു ആദ്യം. എല്ലാവരും മുട്ടുകുത്തി എന്നിട്ട് കൈ കൂപ്പിയിട്ട് ആമേ എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഇതെടുത്ത് നമ്മൾ ഇതെൻ്റെ ശരീരമാകുന്നു, അതുവരെ നമ്മൾ പറയുമ്പോൾ ഒരു പ്രാക്ടീസായിരുന്നു, കുർബാന ചൊല്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അന്ന് നമ്മളത് പറയുമ്പോൾ എല്ലാവരും കൈകൂപ്പി ആമേ എന്ന് പറയുമ്പോൾ ഈശോയെ ജനം മുഴുവൻ വിശ്വാസത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുക ഒരു പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ഈശോയ്ക്ക് വേണ്ടിയിട്ട്. അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും പൗരോഹിത്യത്തിലെ ഏറ്റവും ഹൃദയം കുളിർത്ത ഒരു മൊമെൻ്റ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തി എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് കുർബാന കൊടുത്ത മൊമെൻ്റാണ്. നിങ്ങൾ കുർബാന അർപ്പിക്കുന്ന മൊമെൻ്റ് കഴിഞ്ഞിട്ട് വൈദിക വൃത്തിയിലെ ഏറ്റവും വലിയൊരു മൊമെൻ്റ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, അമ്മ എൻ്റെ മുമ്പിൽ കൈകൂപ്പി വന്ന് അമ്മയ്ക്ക് ഞാൻ കുർബാന കൊടുത്ത മൊമെൻ്റാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത മൊമെൻ്റ്. അമ്മയില്ലെങ്കിൽ, അമ്മയുടെ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ 100% ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും ഞാനൊരു അച്ഛനാവുകയില്ലായിരുന്നു. വേണമെങ്കിൽ ദൈവം വിളിച്ചിട്ടുണ്ട്, പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് എൻ്റെ അമ്മേനെയായിരുന്നു. ഞാൻ എന്താണെന്ന് പറയാം. ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ വളരെ പാവപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സെമിനാരിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കിത് അത്രയും ബോധം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ജനിച്ച സമയത്ത് വീട്ടിൽ ധാരാളം പണവും വലിയ വീടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. വാടകയ്ക്ക് ഒരുപാട് വർഷങ്ങൾ വാടകയ്ക്ക് 22 വർഷം ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലഘട്ടം മുഴുവൻ വാടകയ്ക്ക്, ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ പോവുക, അടുത്ത വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ പോവുക. ഞാൻ വരുന്ന സമയമായിരിക്കും മിക്കവാറും വീട് മാറാനായിട്ട്. കാരണം ആരെങ്കിലും ഒരാൾ എടുത്ത് പിടിക്കാൻ എല്ലാത്തിനും വേണ്ട. അപ്പോൾ മിക്കവാറും ആ സമയമായിരിക്കും അങ്ങനെ വീടിൻ്റെ മാറ്റങ്ങളൊക്കെ. ഞങ്ങളുണ്ട് അമ്മ ഒരു പരാതിയും പറയാണ്ട് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്കൊക്കെ പോവും. പക്ഷേ ഒരു പ്രാവശ്യം ഒരു മൊമെൻറ്റിൽ അമ്മ പറഞ്ഞ, എൻ്റെ അനിയത്തിയാണ് എന്നോട് പറഞ്ഞത്. അമ്മ എന്നോട് ചോദിച്ചു, ടീച്ചർ എൻ്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടാകുമെന്ന് ചോദിച്ചു. അതിന് കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ക്യാമ്പുകളൊക്കെ വെക്കേഷൻ വരുമ്പോൾ ക്യാമ്പുകൾക്ക് പോകും. ക്യാമ്പുകൾക്ക് പോകുമ്പോൾ അവിടുത്തെ വികാരിച്ചന്മാർ സ്നേഹപൂർവ്വം ടീച്ചോ ചെറിയൊരു കവർ ടീച്ചോ വെച്ചോടാ. അപ്പം നമ്മളത് ഭയങ്കര സന്തോഷക്കാരിയും. അച്ഛൻ ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും. അപ്പോഴൊക്കെ നമ്മൾ സിനിമയ്ക്ക് കാണാം. എന്നിട്ടൊരു കവറൊക്കെ തരും. അതൊക്കെ ഒരു കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ ഒരു അർത്ഥം നമ്മൾ വാങ്ങും. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുത്തു. എൻ്റെ അനിയത്തി എന്നോടത് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ ചേട്ടൻ എൻ്റെ പൈസ വാങ്ങിയെന്നറിയോ ചോദിച്ചു. ഞാൻ ഇല്ല, ഞാൻ എന്തിനാണെന്ന് ചോദിച്ചില്ല. അപ്പോൾ അനിയത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നീട് ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് അനിയത്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അരി വാങ്ങാനായിട്ട് പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലത്തെ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ അച്ഛനാവാൻ വന്നേക്കണത്. അപ്പോൾ എന്നെ സംരക്ഷിക്കാനായിട്ടും സഹായിക്കാനായിട്ടും ദൈവം സമ്പത്തല്ല കരുതി വെച്ചത്. എന്നെ കരുതി വെച്ചത് അമ്മയുടെ വാത്സല്യവും സ്നേഹവും സപ്പോർട്ടുമാണ് ദൈവം കരുതി വെച്ചത്. പിന്നെ എൻ്റെ മനസ്സിൽ വലിയൊരു ചിന്തയുണ്ട്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാണത്. എനിക്ക് ധൈര്യമായിട്ട് പറയാം ആരുടെ അടുത്ത് വേണമെങ്കിലും. കാരണം എൻ്റെ ജീവിതം ധന്യമായത് സമ്പത്ത് കൊണ്ടല്ല, എൻ്റെയും അമ്മയുടെയും എൻ്റെ സഹോദരങ്ങളുടെയൊക്കെ വാത്സല്യം സ്നേഹം കൊണ്ടാണ്. അത് മാത്രമല്ല, എന്നെ സഹായിക്കാനായിട്ട് ഒരുപാട് വൈദിക സഹോദരങ്ങളും എൻ്റെ മൂത്ത ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തൊരു അമ്മയാണ്. അപ്പോൾ എൻ്റെ അനിയത്തി പട്ടം കിട്ടുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടൻ ശരിക്കും അമ്മയോട് നന്ദി പറയണം. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ അച്ഛനാവാൻ പോയ ആ വർഷം തുടങ്ങി 1996 പോയത്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അമ്മ ഉപവസിക്കും വരും. എല്ലാ ചൊവ്വയും വെള്ളിയും ഉപവസിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എല്ലാ ക്രിസ്മസിൻ്റെ 25 ദിവസവും വലിയ നോയമ്പിൻ്റെ 50 ദിവസവും അമ്മ ഉപവസിക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കില്ല, 6 മണി കഴിഞ്ഞാൽ കഴിക്കുള്ളൂ. എല്ലാം എടുത്തത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോ തൻ്റെ അമ്മയെ പരിശുദ്ധ കന്യാമാതാവിനെ ലോകത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈശോ ഇതുപോലത്തെ ഒരു അമ്മേനെ എനിക്കും തന്നല്ലോ, ഈശോ തന്നല്ലോ. പരിശുദ്ധ കന്യാമാതാവിനേക്കാൾ വലിയ ഭാഗ്യമില്ല ഉറപ്പായിട്ടും. പക്ഷെ അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ അമ്മ. ഈ അമ്മയ്ക്ക് കുർബാന കൊടുത്തപ്പോൾ എൻ്റെ മനസ്സ് ശരിക്കും നിറഞ്ഞു. കാരണം ഈ ഒരു അമ്മ കാരണമാണ് എനിക്ക് ഈശോൻ്റെ കയ്യിൽ. അപ്പോൾ അതിൻ്റെ വലിയൊരു നന്ദിയും സ്നേഹവും എനിക്ക്
അമ്മയുടെ അടുത്തുണ്ട്. എൻ്റെ ജീവിതം ധന്യമാക്കിയതിൽ വലിയൊരു പങ്ക് എൻ്റെ അമ്മയുടെയാണ്. അതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരും അപ്പന്മാരും ഉണ്ടാവും. നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് സമ്പത്ത് ഉണ്ടാക്കി വെച്ച് അവരുടെ ജീവിതം ധന്യമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനേക്കാൾ നമുക്ക് സ്നേഹവും കരുതലും പട്ടിണിയും ഇല്ലായ്മയും ഒന്നും കുഴപ്പമില്ല. അതിൻ്റെ ഇടയിലൂടെ വളർന്നു വരുന്ന വലിയൊരു കരുതലും സ്നേഹമുണ്ട്. അത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വലിയൊരു ധന്യത നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കെവനെ, ഇതിനെപ്പറ്റി ഞാനിപ്പോൾ ചിന്തിക്കുമ്പം കുറേ നാളുകൾക്ക് മുമ്പ് അമ്മ എന്നോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പം അന്ന് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നുള്ളൂ അമ്മേ. പക്ഷേ നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ സഹനത്തിലൂടെയും സഹോദരങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും ഒരുപാട് മക്കളുടെ, ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും ഇന്ന് എനിക്ക് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് അതിനേക്കാൾ വലിയതും ആർക്കും സ്വപ്നം കാണാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ. ഒരു മോനും കൊടുക്കാൻ പറ്റില്ല അത് അമ്മയ്ക്ക്. കൊടുക്കാൻ പറ്റുന്നത് ഒരു അച്ഛൻ മകന് മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയ്ക്ക് എനിക്കത് കൊടുക്കാൻ പറ്റും. അമ്മ, ഇതാ ഈശോയുടെ ശരീരം നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റി. അതൊക്കെ ഒരു എന്താ പറയുക, അതൊന്നും നമുക്ക് ഒരിക്കലും വിലമതിക്കാനാവാത്ത, നമുക്കൊന്നും വിലയിടാൻ പറ്റാത്ത വലിയ സൗഭാഗ്യങ്ങളായിട്ട് കരുതുന്നു. ഒരിക്കൽ അല്ലെങ്കിൽ അച്ഛൻ്റെ ചെറുപ്പത്തിൽ അമ്മ ദൈവത്തെ പകർന്നു തന്നു. ഇപ്പം അച്ഛൻ അമ്മയ്ക്ക് ദൈവത്തെ കൊടുക്കുന്നു. അത്രയും മനോഹരമായിട്ടുള്ളത് ജീവിതം. പുരോഹിതന് മാത്രം സ്വപ്നം കാണാനുള്ളതും പുരോഹിതൻ്റെ മാത്രം അവകാശമാണത്. അത് വേറൊരാളുടെ അവകാശമല്ല. പൗരോഹിത്യത്തിൻ്റെ ഒരുപാട് ഭംഗികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭംഗിയിൽ ഒന്നാണത്. അതെ, ഇരുൾ വീഴുന്ന വഴികളിൽ പ്രകാശമാകുവാൻ, കണ്ണീരണിഞ്ഞവർക്ക് ആശ്വാസമാകുവാൻ, കർത്താവിൻ്റെ മുഖമായി പ്രശോഭിക്കുവാൻ അവിടുന്ന് അനേകം ദൈവവിളികളെ ഒരുക്കുന്നു. ക്രൂശിതൻ്റെ മുഖമായി ഇവർ ലോകത്തിൽ വിളങ്ങുന്നു. കാലഘട്ടത്തിന് ആവശ്യമായ ദൈവരാജ്യ ശുശ്രൂഷകൾ നിർവഹിക്കാൻ പരിശുദ്ധാത്മാവ് ഇവരെ നയിക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുന്ന ഓരോ ദൈവവിളിയെയും ദൈവം അനുദിനം അഭിഷേകം ചെയ്ത് ഈ ദൈവരാജ്യ വയലിലേക്ക് നയിക്കുന്നു. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെയും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതാണെങ്കിലും ദൈവം കൈപിടിച്ച് നടത്തിയത് വ്യത്യസ്തമായ മേഖലകളിലേക്കാണ് ഒരു പുരോഹിതനായതിനു ശേഷം. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ദൈവം എന്നെ, ഞാൻ ആലോചിക്കുക, എന്നെ കർത്താവ് വലിയ അനുഗ്രഹങ്ങളിലൂടെയാണ് കടത്തിവിട്ടത്. ഒരുപാട്, ഞാൻ അച്ഛനാകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എൻ്റെ നൽകിയ വികാരിച്ചൻ ഭയങ്കര സ്നേഹമുള്ള വികാരിച്ചനാണ്. ജോർജ് അടക്കളത്തൂർ എന്ന് പറഞ്ഞ അച്ഛനാണ് ആദ്യം എൻ്റെ വികാരിച്ചനായിരുന്നത്. ഒരു കൊല്ലമാണ് ഞാൻ ഒരു പ്രാവശ്യമാണ് ഒരു വർഷം ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്തത്. അന്ന് ജോർജ് അടക്കളത്തൂർ അച്ഛനാണ്. അച്ഛൻ നല്ലൊരു ഫോർമേഷൻ എനിക്ക് തന്നു. അപ്പോൾ നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോനെ കൊടുക്കണം, വചനം പറയണം, അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ അച്ഛനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇടവകയിൽ ചെല്ലുമ്പോൾ ഇടവകയുടെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആരും ചിന്തിക്കില്ല. അതിപ്പോൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്കും ഒരു വിഷയം തന്നെയാണത്. അവർ വിചാരിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും അല്ലെങ്കിൽ ആൺകുട്ടിയും ആ ഒരു ഭയങ്കര സൗഭാഗ്യമാണ്. ഞാൻ കല്യാണ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എന്തിനാ കല്യാണം കഴിക്കണം? അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ ഞാനുള്ളിൽ ചിരിക്കാറുണ്ട്, ഇപ്പം ഇല്ലാത്ത സമാധാനം പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് അച്ഛനായിട്ട് വരുന്നത്. അപ്പോൾ ഇടവകയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ എടുക്കാനും അതിൻ്റെ റിയാലിറ്റിയിൽ എടുക്കാനും ഒക്കെ പഠിപ്പിച്ചത് അന്നത്തെ വികാരിച്ചന്മാരാണ്. പ്രത്യേകിച്ച് ജോർജ് അടക്കളത്തുരച്ചനാണ് അതിൽ എന്നെ വളരെയധികം സഹായിച്ച ഒരു വൈദികൻ. അതിനുശേഷം ഞാൻ ഒരു ഹോം ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു താൽക്കാലിക ഡയറക്ടറായിട്ട് കുറച്ച് നാൾ സേവനം ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അതിനുശേഷം പഠിക്കാനായിട്ട് ഞാൻ കുറച്ച് നാൾ പഠിക്കാനായിട്ട് പോയിരുന്നു. അതിനുശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വളരെയധികം ദൈവം പരിപാലിച്ച അനുഭവങ്ങളാണ് മുഴുവൻ. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അച്ഛൻ ആദ്യം ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ സേവനം ചെയ്തു. അതിനുശേഷം ഈ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലായിരിക്കുകയാണ്. എന്താണ് നെസ്റ്റ് എന്ന് പറയുന്നത്? എന്താണ് ശരിക്കും അച്ഛനായിരിക്കുന്ന ഈ ശുശ്രൂഷ മേഖല എന്ന് പറയുന്നത്? നെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡി അഡിക്ഷൻ സെൻ്ററാണ്. നെസ്റ്റ് മദ്യം, മയക്കുമരുന്ന്, അതുപോലെ മറ്റ് അഡിക്ഷൻസൊക്കെ ഉള്ള ആളുകൾ ചികിത്സ തേടി വരുന്ന ഒരു സ്ഥലമാണ്. മദ്യം, മയക്കുമരുന്ന് മാത്രമല്ല കേട്ടോ, ഒരുത്തൻ്റെ അഡിക്ഷൻ, ഒരു മകൻ്റെ അഡിക്ഷൻ പെട്രോളായിരുന്നു. പെട്രോൾ മണക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ അഡിക്ഷൻ. അവന് മദ്യം, മയക്കുമരുന്നല്ലായിരുന്നു, പെട്രോളിൻ്റെ സ്മെല്ല്.
അപ്പോൾ എവിടെ പെട്രോൾ കണ്ടാലും അവൻ അതെടുത്ത് അങ്ങനെ മണക്കണം. അതായിരുന്നു അവൻ്റെ. അതുപോലെ ഒരു സഹോദരന് കഫ് സിറപ്പായിരുന്നു അഡിക്ഷൻ. അപ്പോൾ കഫ് സിറപ്പ് കഴിച്ചുകൊണ്ടിരിക്കുക. അതാണ് ആളെ ചാക്ക് കണക്കിന് ആളുടെ വീട്ടിൽ കഫ് സിറപ്പ് ഇരിക്കുന്നത്. അത് അഡിക്ഷൻ. ഒരു അഡിക്ഷൻ വന്നത് നെറ്റിൻ്റെ അഡിക്ഷനായിരുന്നു. ആ മകൻ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങില്ല, റൂമിൽ കമ്പ്യൂട്ടർ വെച്ചിരിക്കുക 24 മണിക്കൂറും. ആ റൂമിലേക്ക് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ അവനത് അസ്വസ്ഥതയാണ്, ഇഷ്ടമല്ല അവന്. അപ്പോൾ അങ്ങനത്തെ അഡിക്ഷൻസ് ഉള്ള പലതരത്തിലുള്ള അഡിക്ഷനുള്ള ആളുകൾ വന്ന് അവരുടെ ചികിത്സ തേടുന്ന ഒരു സ്ഥലമാണ്. അവരിവിടെ താമസിച്ച് ചികിത്സ ആണ്. 1 മാസം അവരിവിടെ താമസിച്ച് ചികിത്സ നേടി പോകുന്ന വലിയൊരു ശുശ്രൂഷ രംഗമാണ് നെസ്റ്റ്. നെസ്റ്റ് മദ്യവും മയക്കുമരുന്നുമടക്കം അനേകം ലഹരിക്കടിമപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും പുതുജീവിതം നൽകുന്ന സ്നേഹകൂടാരം. ജീവിതത്തിൽ തകർന്നുപോയ അനേകർ പുതിയ ജീവിതത്തിലേക്ക് തിരികെയെത്തിയ ഇടം. സമാധാനവും സ്നേഹവും നുകരുന്ന പുണ്യമായ സങ്കേതം. ലഹരിക്കടിമപ്പെട്ട ജീവിതങ്ങൾക്ക് ശാസ്ത്രീയമായ ചികിത്സകൾ വഴിയും കൗൺസിലിങ്ങുകൾ വഴിയും പുതിയ ദിശാബോധം നൽകുന്ന ഇടം. തൃശൂർ അതിരൂപതയുടെ ഈ പ്രേക്ഷിത ശുശ്രൂഷ ഈ കാലഘട്ടത്തിൻ്റെ പ്രകാശമാകുന്നു. അച്ഛാ, നെസ്റ്റിനെ പറ്റി സംസാരിക്കുമ്പം ഇത് തൃശ്ശൂർ അതിരൂപതയുടെ ഒരു സംരംഭമാണ്. എത്ര കാലമായിട്ട് ഇതിവിടെ ഉണ്ട്? ഇതിൻ്റെ ശുശ്രൂഷകൾ അല്ലെങ്കിൽ മുൻകാല ശുശ്രൂഷകരൊക്കെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. നെസ്റ്റിന് മുമ്പ് ഒരു മോചന എന്ന് പറഞ്ഞ ഒരു ഡി അഡിക്ഷൻ ക്യാമ്പായിരുന്നു. ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഡി അഡിക്ഷൻ ക്യാമ്പ്. അപ്പോൾ ഒരാഴ്ചയിലെ ക്യാമ്പിന് ശേഷം ആളുകൾ മാനസാന്തരപ്പെട്ടൊക്കെ പോകുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ആളൂർ BLM ഉണ്ട്, നവചൈതന്യ എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് ഡി അഡിക്ഷൻ ക്യാമ്പുകളുണ്ട് നമുക്ക്. വളരെ പവർഫുള്ളാണ് അവയൊക്കെ. എന്നാൽ ചികിത്സ കൂടുതൽ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഡേവിസ് ചക്കാലക്കൽ എന്ന് പറയുന്ന അച്ഛനാണ് നെസ്റ്റ് ആരംഭിച്ചത്. 2007 നെസ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 14 വർഷമായി നെസ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട്. ഡേവിസ് ചക്കാലക്കൽ അച്ഛൻ്റെ നിതാന്ത പരിശ്രമം, ശരിക്കും ഭയങ്കര തീഷ്ണമതിയായിട്ടുള്ള ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛൻ. അച്ഛൻ്റെ ദർശനങ്ങളാണ് 24 മണിക്കൂറും ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു സഹോദരൻ വന്നു കഴിഞ്ഞാൽ നെസ്റ്റിലേക്ക് സ്വീകരിക്കണം. അച്ഛൻ്റെ ആഗ്രഹം 24 മണിക്കൂറും ഏത് പാതിരയ്ക്ക് വന്നാലും. അതാണ് അച്ഛൻ. ഇനി ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വീട്ടുകാർ പറയാം അച്ഛൻ കൊണ്ടുവരാൻ പറ്റില്ല, അച്ഛൻ വീട്ടിൽ പോയിട്ട് ആളെ കൊണ്ടുവരും. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം, ഈ മോൻ എൻ്റെ മോനാണ്. നെസ്റ്റിൻ്റെ ഒരു ഇതാണ്. അതായത് നിനക്കൊരു സ്ഥലമുണ്ട്. അതാണ് നെസ്റ്റ് പറയുന്നൊരു കാര്യം. നീ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾക്ക് നിനക്കൊരു സ്ഥലമുണ്ട്, നിനക്ക് വരാനുള്ള സ്ഥലമാണ് നെസ്റ്റ്. അത് അത്രയും തുറന്നൊരു പുസ്തകമായിട്ട് രൂപീകരിച്ച അച്ഛനാണ് ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛൻ. അതിനുശേഷം ബഹുമാനപ്പെട്ട ജോജു പനക്കൽ അച്ഛൻ, ബഹുമാനപ്പെട്ട ലിജോ ചിറ്റ്ലപ്പള്ളി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോർജ് നിരപ്പകാലായ അച്ഛൻ, അങ്ങനെ ധാരാളം അച്ഛന്മാർ നെസ്റ്റിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ശേഷമാണ് ഞാൻ നെസ്റ്റിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടത്. അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ഓർക്കുമായിരുന്നേ, ഒരു മനുഷ്യനെ എവിടെയൊക്കെ വിഷമം അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഒരു വൈദികനുണ്ട്. എന്ത് വിഷമം നീ അനുഭവിക്കുന്നോ, ഹിയർ ഈസ് എ പ്രീസ്റ്റ്, നിനക്ക് വേണ്ടിയിട്ടൊരു വൈദികനുണ്ട് അല്ലേ? നമ്മുടെ വൈദിക ജീവിതം എത്രമാത്രം അർത്ഥസമ്പുഷ്ടമാകുന്നുണ്ടല്ലേ. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും അവനെ തൊടാനും അവനെ കൂട്ടിക്കൊണ്ടുവരാനും അവനെ തിരിച്ചു വിളിക്കാൻ നമ്മുടെ ധൂർത്തപുത്രൻ്റെ മുമ്പിൽ പിതാവ് കാത്തിരിക്കുന്ന പോലെ. ഓക്കെ, ഇനി എത്ര മാത്രം ചെളിക്കുഴി പോയോ കുഴപ്പമില്ല, ഞാനുണ്ട്, ഒരാളുണ്ട് അവിടെ കൈ പിടിക്കാനായിട്ട്. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ് കേട്ടോ നെസ്റ്റിൻ്റെ. നെസ്റ്റ് പോലെ എല്ലാ ശുശ്രൂഷ മേഖലകളും ഉണ്ട്. നെസ്റ്റിൻ്റെ ആഗ്രഹമാണ് നിന്നെ സ്നേഹിക്കാൻ. നമ്മൾ മദ്യപാനികളെല്ലാവരും പറയുന്നത് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. അപ്പോൾ മദ്യപാനിക്ക് ആരെങ്കിലും കടം കൊടുക്കൂ? ഇല്ല, ആരും കടം കൊടുക്കില്ല. പക്ഷെ വേറൊരു മദ്യപാനി കൊടുക്കും. നീ പേടിക്കണ്ട, നീ പാടാ, ഞാൻ തരാളാന്ന് പറഞ്ഞിട്ട് കൊടുക്കും. പക്ഷെ മദ്യപാനി അല്ലാണ്ട് വേറൊരാള് അവനെ പിടിക്കുന്നത് അത് ക്രിസ്തുവാ, ഈശോ. ആ ഈശോ ആകാനാണ് ഓരോ വൈദികനും നെസ്റ്റിൽ നിയോഗിക്കപ്പെടുന്നത്. നിനക്കൊരു സ്ഥലം ഉണ്ടടാ, നിനക്കൊരാളുണ്ട്, നിന്നെ സ്നേഹിക്കാനായിട്ട് ഒരാളുണ്ട് എന്ന് പറയാൻ. ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, നമ്മളീ കേൾക്കുന്ന ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് അച്ഛൻ ഈ പറഞ്ഞ വാക്ക് ഭയങ്കരമായിട്ടും ഒരു ആശ്വാസമാകും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, അച്ഛൻ്റെ ഒരു ശുശ്രൂഷ വളരെ തീക്ഷ്ണതയുള്ള ആദ്യത്തെ കാലഘട്ടത്തിലോട്ടൊക്കെ കടന്നു പോകുമ്പോൾ ഒരു ഇടവകയിലായിരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ടോ? കെവിനെ, ഇതൊക്കെ ഒരു ദൈവനിയോഗങ്ങളാണ്. ദൈവം നമ്മളെ അധികാരികളിലൂടെ നയിക്കുന്നു.
വിശുദ്ധ അൽഫോൺസ് ടി ലിഗോരി പുണ്യാളം പറയുന്ന ഒരു കാര്യമുണ്ട്. ഡിസേൺമെൻറ്റിനെ പറ്റിയിട്ട് അൽഫോൺസ് ടി ലിഗോരി പുണ്യാളം പറയുന്ന വലിയൊരു പോയിൻ്റ്, നിൻ്റെ ഇഷ്ടമല്ല, നിന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് നിൻ്റെ ഭക്ഷണം. അപ്പോൾ നിന്നെ അയച്ചത് ദൈവമാണ്, അധികാരികളിലൂടെയാണ് നിന്നെ അയക്കണത് ഇന്ന്. അപ്പോൾ കർത്താവ് എന്നെ ഒരു ഇടവകയിലേക്ക് നയിച്ചാലും ഒരു നെസ്റ്റിലേക്ക് നയിച്ചാലും എവിടേക്ക് നയിച്ചാലും വളരെ സന്തോഷപൂർവ്വം അങ്ങോട്ട് പോവുക. അത് നിറവേറ്റുന്നതാണ് ഏറ്റവും വലിയ. പിന്നെ നമുക്ക് ഇഷ്ടങ്ങളുണ്ട്. ഒരു ഇടവക വൈദികനായിട്ട് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളൊരാഗ്രഹം തീർച്ചയായിട്ടും ഉള്ളിലുണ്ട്. പക്ഷെ അതിനേക്കാൾ വലുതാണ് എൻ്റെ ഈശോ. അതെ, എൻ്റെ ഈശോ എന്നെ എങ്ങോട്ട് വിടുന്നു അവിടെ ചെയ്യുക. ഈ ഈശോ കിടക്കാനെ പറയണേ, രോഗിയായിട്ട് കിടക്കാനെ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുക, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, അവിടെ കിടക്കുക. ഇപ്പോൾ ഈശോ പറയാണ്, നീ ഒരു സ്ഥലത്ത് ഒരു സന്യാസിയെ പോലെ 6 മാസം ജീവിക്കുക എന്ന് ഈശോ എന്നോട് അധികാരികളിലൂടെ പറയുകയാണെങ്കിൽ അത് ചെയ്യുക. എന്ത് ഈശോ പറയാ അത് ചെയ്യുക. നമ്മുടെ ഇടവക കുറച്ചും കൂടി വിസ്തൃതമായി. ഇപ്പോൾ ഒരു ഇടവകയിൽ 500-600 ഇടവകക്കാർ ആ ഭാഗത്തുള്ളവരാണ്. എൻ്റെ ഇടവകക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും കാസർഗോഡ് മുതൽ കർണാടക നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ വലിയൊരു ഇടവകയുടെ ചാർജ് ദൈവം എനിക്ക് തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എവിടെ ആയിരുന്നാലും അവിടെ തമ്പുരാനാണ് നമ്മളെ കൊണ്ടുവന്നെത്തിച്ചത് എന്നുള്ള ആ ബോധ്യം വളരെ വലുതാണ്. പിന്നെ ഞാൻ അച്ഛനോട് കൂട്ടിച്ചേർത്ത് വയ്ക്കുകയാണ്, അധികാരികളോടുള്ള വിധേയത്വമാണ് പൗരോഹിത്യത്തെയും സന്യാസത്തെയും ഒക്കെ ഇത്രമാത്രം കുലീനമായി ഇന്നും നിലനിൽക്കുന്നത്. അത് അധികാരികൾ എന്ത് പറയുന്നോ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു സമൂഹം. ഒരുപാട് വിശേഷങ്ങൾ നെസ്റ്റിനെ പറ്റിയും ടീച്ചേഴ്സിനെ പറ്റിയും ഒക്കെ ഇനി നമുക്ക് കേട്ടറിയാനുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി അറിയാനുണ്ട്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ തുടരും. അതുവരേക്കും അച്ഛ, താങ്ക് യു. സങ്കീർണമായ അനേകം ശുശ്രൂഷകൾ നിർവഹിക്കാൻ ഇതാ കർത്താവ് അനേകം ദൈവവിളികളെ ഈ കാലഘട്ടത്തിൽ ഉയർത്തുന്നു. തകർന്നു പോയവയെ പുനരുദ്ധരിക്കുവാൻ, കണ്ണീരണിഞ്ഞവരെ ആശ്വസിപ്പിക്കാൻ, ഇടറി വീണവർക്ക് കരം നൽകി നയിക്കാൻ. അതെ, സുവിശേഷ വയലിലെ ഇത്തരം ദൈവവിളികളുടെ മഹത്വം തിരുസഭയുടെ കാരുണ്യത്തിൻ്റെ മുഖമാകുന്നു, ക്രൂശിതൻ്റെ സ്നേഹത്തിൻ്റെ മുഖമാകുന്നു. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ, വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.